ഒരു ശിഷ്യൻ ഒരിക്കലും ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ ഗുരുവേ, ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ഒരു ശിഷ്യൻ ഒരു ഗുരുവിനോട് ചോദിച്ചതാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരിക്കൽ പോലും ആരിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കുവാൻ പാടില്ല. കേട്ടോ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ എന്തേലും പാടില്ല, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുവാൻ പാടില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആർക്കും ഒരു സഹായം ചെയ്യുവാനും പാടില്ല. കേട്ടോ, സഹായം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കഴിയുന്ന സഹായം മറ്റൊരാൾക്ക് ചെയ്താൽ അതെന്താണ്, ബെറ്ററാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പരോപകാരം പുണ്യമാണ്. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, ആ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, യാതൊരു സഹായവും ചെയ്യരുത്. കേട്ടോ, കാരണം അങ്ങനെ നിങ്ങളൊരു സഹായം ഒരു വ്യക്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ അയാളിൽ നിന്നും എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? നിരാശ ഉണ്ടാവും. കേട്ടോ, നിരാശ ഉണ്ടാവും, നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും. അതുകൊണ്ട് എന്ത് പാടില്ല, എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കും യാതൊരു സഹായം ചെയ്യാനും പാടില്ല. എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും സ്നേഹിക്കുവാനും പാടില്ല. കേട്ടോ, അത് നമ്മളെപ്പോഴും ജീവിതത്തിൽ അറിഞ്ഞു വെക്കുക. ഇല്ലെങ്കിലുള്ള കുഴപ്പം ജീവിതത്തിൽ എന്തുണ്ടാവും? കടുത്ത നിരാശയ്ക്കും ദുഃഖത്തിനും അത് കാരണമായേക്കാം. കേട്ടോ, നിങ്ങൾക്ക് കഴിയുന്ന സഹായം മറ്റൊരാൾക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല, ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുമില്ല. കേട്ടോ, പരോപകാരം പുണ്യമാണ്. നിങ്ങൾക്ക് കഴിയുന്ന സഹായം മറ്റൊരാൾ ചെയ്താൽ അതൊരു നന്മയുടെ ഒരു വശമാണ്. പക്ഷേ നിങ്ങൾ ഒരു സഹായം മറ്റൊരു വ്യക്തിക്ക് ചെയ്തു തന്നിരിക്കട്ടെ, പക്ഷെ അതെന്താണ്, അത് നന്മയാണ്. അത് ചിലപ്പോൾ അയാളിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചില്ലെങ്കിലും അത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്തൊരാളിൽ നിന്നും 10 മടങ്ങ് നന്മകളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. കേട്ടോ, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കേട്ടോ, ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ഒരുപാട് വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബന്ധുവെന്ന് കരുതുന്നവരൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ മാറി നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് ആപത്തിൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരിക്കും ഒരു കയ്യിൽ നിന്ന് സഹായിക്കുന്നത്. കേട്ടോ, അത് നമ്മളെപ്പോഴും മനസ്സിൽ കരുതി വെക്കുക. 2 ദിവസത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ 2 ദിവസത്തിന് മുമ്പ് മൂലാക്കാട്ട് ഉത്സവം കഴിഞ്ഞു. എൻ്റെ പിറ്റേന്ന് ഞാൻ കായംകുളത്ത് വരും, ഒരു അത്യാവശ്യമായിട്ട് കായംകുളം വരെ പോകണ്ടായി. കായംകുളം പോകുന്ന വഴിക്ക്, അതായത് ഇന്നലെ, ഒരുപാട് ദിവസം ഇന്നലെ കാര്യം പറഞ്ഞു. അപ്പം കായംകുളത്തോട്ട് പോവാം. കായംകുളത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ നടക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കാലൊന്ന് സ്ലിപ്പായി. കേട്ടോ, സ്ലിപ്പായി, കാലൊന്ന് ചരിയും. പക്ഷെ അന്നേരം എനിക്ക് കാല് മടുത്തു. കേട്ടോ, കാല് മടുത്തു. പക്ഷെ അന്നേരം എനിക്ക് കാര്യമായ വേദനയൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ കായംകുളത്ത് ചെന്നു, ഒരു ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവാണ്. കായംകുളത്ത് ചെന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി. കായംകുളത്ത് നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് കാല് നിലത്ത് തൊടാൻ വയ്യ, കാല് നിലത്ത് വെക്കാൻ വയ്യ, അതുപോലെ കാലിന് വേദന, ഭയങ്കരമായ വേദന. അപ്പം ഞാൻ വളരെ പ്രയാസപ്പെട്ട കായംകുളത്ത് ബസ് സ്റ്റാൻഡിൽ വരെ വന്നു. പിന്നീട് പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, ഒരടി ഞാൻ നിൽക്കാൻ പോലും ഇരിക്കുക അതുപോലൊരവസ്ഥ. അപ്പോൾ ഈ സമയത്ത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് എനിക്ക് അന്നേരമൊക്കെ ഹെൽപ്പായത് മറ്റൊന്നുമല്ല. അന്നേരം എന്നെ കൈപിടിച്ച് ബസ്സിൽ കയറ്റാനും ഒക്കെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടുള്ള ആളുകളല്ല അന്നേരം എന്നെ സഹായിച്ചത്. കേട്ടോ, ഞാൻ എന്തെങ്കിലും സഹായിച്ചിട്ടുള്ള ആളുകളൊന്നുമല്ല ആ സമയത്ത് എനിക്ക് സഹായമായി വന്നത്. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ അന്നേരം എന്നെ കൈപിടിച്ചവർ ബസ്സിൽ കയറ്റിയിരുത്തി, അതുപോലെ തിരിച്ചു വന്ന് ബസ്സിൽ നിന്നും തിരിച്ച് സ്റ്റാൻഡിൽ ഇറക്കി. അതൊക്കെ ഒരു വലിയ സഹായമാണ്. കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ, അതാ ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വപ്നത്തിൽ പോലും കാണുന്ന ആളുകളായിരിക്കില്ല ചിലപ്പോൾ ജീവിതത്തിൽ നമ്മെ ഒരു കയ്യിൽ നിന്ന് സഹായിക്കുന്നത്. കേട്ടോ, അതെൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞതാണ്. കേട്ടോ, പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി, അത് വേറെ കാര്യം. അന്നേരമൊക്കെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളിൽ നിന്നുമാണ് എനിക്ക് ചെറിയൊരു സഹായമെങ്കിലും ലഭിച്ചത്. അല്ല, ഞാൻ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്തിട്ടുള്ളവരൊന്നും അല്ല അന്നേരം എന്നെ സഹായിച്ചത്, അത് വേറെ കാര്യം. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, വില കുറച്ച് കാണുവാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ശത്രു എന്ന് കരുതി, ഒരുപാട് വീടുകളിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ശത്രു എന്ന് കരുതി മാറ്റി നിർത്തുന്ന ഒരാളായിരിക്കും നമ്മെ ഒരാപത്തിൽ നിന്നും രക്ഷിക്കുന്നത്. കേട്ടോ, അതുകൊണ്ട്
ആരെയും വില കുറച്ച് കാണാതിരിക്കുക. ജീവിതത്തിൽ എന്ത് ചെയ്യുക? നന്മകൾ തുടരുക കേട്ടോ. അതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം.